ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോവാസ്കുലർ റിപ്പയറിൻ്റെ CPT കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആസ് മെഡിക്കൽ പ്രൊഫഷണൽസ് എൻഡോവാസ്കുലർ റിപ്പയർ എന്താണ്. എൻഡോവാസ്കുലർ റിപ്പയർ എന്ന് പറയുമ്പോഴത്തേനും മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയർ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അയോട്ടിക് അന്യൂറിസത്തിനെ റിപ്പയർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനാണ് നമ്മൾ എൻഡോവാസ്കുലർ റിപ്പയർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ പല ടൈപ്പിലായിട്ട് ഈ പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ CPT കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ മൈൻഡിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ എൻഡോവാസ്കുലർ റിപ്പയറിനെ കുറിച്ച് പറയുമ്പോഴത്തേനും നമ്മൾ രണ്ട് ടൈപ്പിലാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഏതൊക്കെ അയോട്ടാസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളതിന് വെച്ചിട്ടാണ് ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിപ്പോർട്ടിംഗ് പേർപ്പസിൻ്റെ അയോട്ടിക് അനാറ്റമിയാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതായത് തൊറാസിക് അയോട്ടാണോ അതോ അബ്ഡോമിനൽ അയോട്ടയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ നോക്കാറുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കോഡ്സും അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ എൻഡോവാസ്കുലർ റിപ്പയർ ഓഫ് ഡിസെൻഡിങ് തൊറാസിക് അയോട്ട ഇത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമതായിട്ട് എൻഡോവാസ്കുലർ റിപ്പയർ ഓഫ് ഡിസെൻഡിങ് തൊറാസിക് അയോട്ട ആണെന്നുണ്ടെങ്കിൽ CPT 3380 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് കവേഴ്സ് എ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ഒറിജിൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 33880 കൊടുക്കും. അതല്ല, നോട്ട് ഇൻവോൾവിങ് കവറേജ് ഓഫ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 33881 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയും ഫോർ റേഡിയോളജിക് പേർപ്പസസ് നമ്മൾ CPT 75956 അതുപോലെ തന്നെ 959 കൊടുക്കാറുണ്ട്. ഇനി ഈ ഒരു പ്രൊസീജിയറിനകത്ത് നമ്മൾ ഓൾറെഡി എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പ്രൊസീജിയറിനകത്ത് ഡിവൈസ് ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ മാനിപ്പുലേഷൻ, പൊസിഷനിങ്, ഡിപ്ലോയ്മെൻറ്റ്, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻറ്റ് ഡിപ്ലോയ്മെൻറ്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ എൻജിയോഗ്രാഫ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രൊസീജിയറിനകത്ത് കവറായിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് അഡീഷണലി ബില്ലബിൾ ആയിട്ടുള്ള കുറച്ച് സർവീസസ് കാണും. ഈ അഡീഷണലി ബില്ലബിൾ ആയിട്ടുള്ള സർവീസസ് ആണ് ഇനി ബിലോ പറയുന്നത്. അതായത് ഓപ്പൺ ആർട്ടീരിയൽ എക്സ്പോഷർ ആൻഡ് ക്ലോഷർ ഓഫ് ആർട്ടീരിയോട്ടമി സൈറ്റ്, അതിനുവേണ്ടി നമുക്ക് 34812820833834 എന്നുള്ള കോഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗൈഡ് വയേഴ്സ് ആൻഡ് കത്തീറ്റേഴ്സ് നമ്മൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ കോഡായിട്ട് നമ്മൾ 36140, അതുപോലെ തന്നെ 36200 to 218 ബിറ്റ്വീൻ വരുന്ന കോഡ്സ് നമ്മുടെ കേസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ് ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എക്സ്റ്റെൻസിക് റിപ്പയർ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആർട്ടറി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 35226 അല്ലെങ്കിൽ 286 എന്നുള്ള കോഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്പൊസിഷനിങ് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി ടു കെറോട്ടിഡ് ആൻഡ് കെറോട്ടിഡ് ടു കെറോട്ടിഡ് ബൈപാസ് പെർഫോംഡ് ഇൻ കൺജക്ഷൻ ഷുഡ് ബി കോഡഡ് സെപ്പറേറ്റ്ലി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ 33889 അല്ലെങ്കിൽ 891 എന്നുള്ള കോഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ വേറെ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് കെറോട്ടിഡ്, സബ്ക്ലേവിയൻ, വിസറൽ, ഇലിയാക് ആർട്ടറി ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ തന്നെ സ്റ്റെൻറ്റ്, എംബലൈസേഷൻ, ഇൻട്രോവാസ്കുലർ അൾട്രാസൗണ്ട്, ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും അഡീഷണലി നമ്മൾ കോഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ എൻഡോവാസ്കുലർ റിപ്പയർ ഓഫ് അബ്ഡോമിനൽ അയോട്ട നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇലിയാക് ആർട്ടറീസിൻ്റെ ഇൻട്രോവാസ്കുലർ റിപ്പയറിനെ കുറിച്ചാണ് ബിലോ നമ്മൾ പറയുന്നത്. വിത്ത് ഓർ ഇൻഫ്രാറീനൽ അബ്ഡോമിനൽ അയോട്ട വിത്ത് ഓർ വിത്തൗട്ട് എക്സ്റ്റൻഷൻ ഇൻ ടു ദ ഇലിയാക് ആർട്ടറി, ഇതിനു വേണ്ടി നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, പൊസിഷനിങ്, ഡിപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ എൻഡോഗ്രാഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രൊസീജിയറിലും ഇൻക്ലൂഡഡ് ആണ്. ഇതിനു വേണ്ടി നമ്മളിപ്പം അബ്ഡോമിനൽ അയോട്ടാസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതിൻ്റെ റിപ്പയർ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 34701 മുതൽ 706 വരെയുള്ള കോഡ്സാണ് മെയിൻലി അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനിയും ഇതിനകത്ത് നമ്മുടെ എൻഡോഗ്രാഫ്റ്റ് പല ടൈപ്പിലുള്ള ഡിവൈസസ് ആയിരിക്കും. അതായത് അയോട്ടിക് ട്യൂബ് ഡിവൈസ് ആയിരിക്കാം, അതുപോലെ തന്നെ ബൈഫൊക്കേറ്റഡ് യൂണിബോഡി ഡിവൈസസ് ആയിരിക്കും, അതുപോലെ തന്നെ മോഡുലാർ ബൈഫൊക്കേറ്റഡ് ഡോക്കിംഗ് സിസ്റ്റം ആയിരിക്കാം നമുക്ക് യൂസ് ചെയ്യുന്നത് വിത്ത് ഡോക്കിംഗ് ലിംസ്. അതുപോലെ തന്നെ അയോട്ട യൂണി ഇലിയാക് ഡിവൈസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് എൻഡോഗ്രാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും ഇലിയാക് ആർട്ടറി എലോൺ ആണ് ഇൻവോൾവ് ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 34707 അല്ലെങ്കിൽ 708 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
for atherosclerotic occlusive diseases in the iliac arteries with a covered stent placement അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 37221 അതുപോലെ തന്നെ 223 നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആർത്രോസ്ക്ലീറോട്ടിക് ഒക്ലൂസീവ് ഡിസീസസ് തന്നെ മുന്നേ നമ്മൾ പറയുന്നത് ഇലിയാക് ആർട്ടറീസിലാണ്. ഇനി ഇത് അയോട്ടയിൽ വിത്ത് കവേർഡ് സ്റ്റെൻറ്റ് പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 37236 അതുപോലെ തന്നെ 37237 എന്നുള്ള കോഡ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സോണിനെ ബേസ് ചെയ്തിട്ട്, അതായത് വെസൽ ദാറ്റ് കണ്ടെയ്ൻസ് ദി എൻഡോഗ്രാഫ്റ്റ്, നമ്മുടെ മെയിൻ ബോഡി ഡോക്കിംഗ് ലിംസ് എക്സ്റ്റൻഷൻ, അതുപോലെ തന്നെ അതർ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സ്, ഇപ്പം ബലൂൺ സ്റ്റെൻറ്റ്, അതുപോലെ തന്നെ എംബലൈസേഷൻ ഔട്ട്സൈഡ് ദ ട്രീറ്റ്മെൻറ്റ് സോൺ. അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ എൻഡോഗ്രാഫ്റ്റ്, അതായത് മെയിൻ ബോഡി ഡോക്കിംഗ് ലിംസ് അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എൻഡോഗ്രാഫ്റ്റിനകത്ത് തന്നെ വരുന്ന പ്രൊസീജിയറാണ്. സോ അത് നമുക്ക് ഈ എൻഡോഗ്രാഫ്റ്റിൻ്റെ കോഴ്സിനകത്ത് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതേസമയം അതർ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് ബലൂൺ സ്റ്റെൻറ്റ്, എംബലൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇപ്പം ട്രീറ്റ്മെൻറ്റ് സോൺ ഇപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സോൺ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് മെയിനായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. അപ്പം അല്ലെങ്കിൽ ഏത് പ്രൊസീജിയറാണ് നമ്മൾ ചെയ്തേക്കുന്നത് നോക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ CPT അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇഫ് ദ ട്രീറ്റ്മെൻറ്റ് സോൺ ഇസ് ദ ഇൻഫ്രാറീനൽ അയോട്ട, നമ്മൾ 34701 അല്ലെങ്കിൽ 702 കൊടുക്കാറുണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സോൺ ഇസ് ഇൻഫ്രാറീനൽ അയോട്ട വിത്ത് ആൻ ഇപ്സിലാട്രൽ കോമൺ ഇലിയാക് ആർട്ടറി, ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 34703 അല്ലെങ്കിൽ 704 കൊടുക്കാറുണ്ട്. ഇനിയും ഇൻഫ്രാറീനൽ അയോട്ട വിത്ത് ബോത്ത് കോമൺ ഇലിയാക് ആർട്ടറീസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 34705 ആൻഡ് 706 കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സോൺ ഇസ് ഇലിയാക് ആർട്ടറീസ് ഓൺലി, അത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 34708 അല്ലെങ്കിൽ 709 എന്നുള്ള കോഡ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന സർവീസസ് ഉണ്ട്. അതായത് പ്രീ പ്രൊസീജിയർ സൈസിങ്, അതുപോലെ തന്നെ ഓൾ നോൺ സെലക്റ്റീവ് കത്തീഡ്രൈസേഷൻ, അതുപോലെ തന്നെ അസോസിയേറ്റഡ് റേഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെൻറ്റ് സോൺ ആൻജിയോപ്ലാസ്റ്റി ഓർ സ്റ്റെൻറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർവീസസ് ആണ്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ അഡീഷണൽ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് നമ്മൾ ബിലോ ആയിട്ട് പറയുന്നത്. അതിനകത്ത് ഇൻക്ലൂഡഡ് നോൺ ഇൻക്ലൂഡഡ് സർവീസസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് നോൺ സെലക്റ്റീവ് കത്തീഡ്രൈസേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ CPT 34701 to 708. ഓക്കെ, അതിനകത്ത് ഇഫ് ബലൂൺ ആൻഡ് സ്റ്റെൻറ്റ് വിത്തിൻ ദ ട്രീറ്റ്മെൻറ്റ് സോൺ ഓഫ് ദി എൻഡോഗ്രാഫ്റ്റ് ഐദർ ബിഫോർ ഓർ ആഫ്റ്റർ എൻഡോഗ്രാഫ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് ഇസ് ഓൾറെഡി ഇൻക്ലൂഡഡ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ്, റേഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾ ഇൻട്രാ പ്രൊസീജിയറൽ ഇമേജിംഗ് ആൻഡ് കംപ്ലീഷൻ ഓഫ് ആൻജിയോഗ്രഫി ഇൻ കൺജക്ഷൻ വിത്ത് എൻഡോഗ്രാഫ്റ്റ് റിപ്പയർ ഇസ് ഓൾസോ ഇൻക്ലൂഡഡ്. പിന്നെ അതുപോലെ തന്നെ സെലക്റ്റീവ് കത്തീഡ്രൈസേഷൻ ഓഫ് ഹൈപ്പോഗാസ്ട്രിക് ആർട്ടറി, റീനൽ ആർട്ടറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പ്രൊസീജിയർ എൻഡോവാസ്കുലർ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് 37252 അല്ലെങ്കിൽ 253 എന്നുള്ള കോഡ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എനി ഓപ്പൺ ആർട്ടീരിയൽ എക്സ്പോഷർ ദെൻ വി ഹാവ് ടു കോഡ് ഇറ്റ് സെപ്പറേറ്റ്ലി. ദാറ്റ് ഈസ് 34713 മുതൽ 716 വരെയുണ്ട്. പിന്നെ 34812, 820, 833, അതുപോലെ തന്നെ 834 എന്നുള്ള കോഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി എക്സ്റ്റൻസീവ് റിപ്പയർ ഓഫ് ദി ആർട്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും വീണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. 35226, അതുപോലെ തന്നെ 35286 എന്നുള്ള അതുപോലെ 35371 എന്നുള്ള കോഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും കാർഡിയോവാസ്കുലർ ബൈപ്പാസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനിയും ആർട്ടീരിയൽ എംബോളൈസേഷൻ ടു ഫെസിലിറ്റേറ്റ് എൻഡോവാസ്കുലർ പ്രൊസീജിയർ, അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. 37242 എന്നുള്ള കോഡ്സാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ എൻഡോവാസ്കുലർ റിപ്പയറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന CPT കോഡ്സ് എന്ന് പറയുന്നത്. ഇനിയും ഇതിൽ തന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പം
ഓപ്പൺ റിപ്പയർ ഓഫ് ദി ഇൻഫ്രാറീനൽ അയോട്ടിക് അന്യൂറിസം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കോഡ്സാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ നോക്കിയ എൻഡോവാസ്കുലർ റിപ്പയർ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്തത് നമ്മുടെ റിപ്പയറിൻ്റെ അനാറ്റമി ബേസ് ചെയ്തിട്ടാണ്. അതായത് തൊറാസിക് അയോട്ട, അതുപോലെ തന്നെ അപ്പർ അബ്ഡോമിനൽ അയോട്ട. അപ്പർ അബ്ഡോമിനൽ അയോട്ട എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ് കണ്ടെയ്ൻസ് സിലിയാക്, സുപ്പീരിയർ മിസെൻട്രിക്, അതുപോലെ തന്നെ റീനൽ ആർട്ടറീസ്, അത് വിസറൽ അയോട്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു അപ്പർ അബ്ഡോമിനൽ അയോട്ട എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻ അണ്ടറിൽ വരുന്നത്. അപ്പം നമ്മൾ ഡിസെൻഡിങ് തുറാസിക് അയോട്ടയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ CPTs ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, അഡീഷണലി നമ്മൾ ഏതൊക്കെ സർവീസസ് ആണ് ബില്ല് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അബ്ഡോമിനൽ അയോട്ട ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ തന്നെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സോൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് എക്സ്ക്ലൂഡഡ് ആയിട്ടും ഇൻക്ലൂഡഡ് ആയിട്ടും ഉള്ളതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് എൻഡോവാസ്കുലർ റിപ്പയറിൻ്റെ CPT കോഡിംഗ് ഗൈഡ് ലൈൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ടോപ്പിക്സ് ഒക്കെ കുറച്ച് ടഫറാണ്. സോ നിങ്ങൾക്ക് വീഡിയോസും അതുപോലെ തന്നെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻസ് 2-3 പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. സോ ഞാൻ അതിന് റിപ്ലൈസ് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സോ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കീപ് സപ്പോർട്ടിങ്. ബൈ.